കേന്ദ്ര ബജറ്റിൽ കണ്ണും നട്ടിരിക്കുകയാണ് രാജ്യം മുഴുവൻ. ഇത്തവണത്തെ പ്രത്യേകത എന്തെന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ബജറ്റ് അവതരണം എന്നതാണ്. വിവിധ മേഖലകളെ പരിഗണിച്ചും ചിലതിനെ തൊട്ടൊഴിഞ്ഞുമൊക്കെ കടന്നു പോകുമെന്ന് കരുതപ്പെടുന്ന ബജറ്റിന് തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നത് വാസ്തവമാണ്. ഇക്കാര്യം ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ മനസ്സിലുണ്ടാകും എന്നും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ചില ഇളവുകളും ബജറ്റിൽ ഉണ്ടാകുമെന്ന് പലരും പ്രതീക്ഷിക്കുന്നുമുണ്ട്. പഴയ നികുതി വ്യവസ്ഥയുടെ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിന് കൂടുതൽ ഇളവുകൾ അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇടക്കാല ബജറ്റിൽ പഴയ നികുതി വ്യവസ്ഥയിൽ മാത്രം ചില അധിക നികുതി ഇളവുകൾ പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പഴയ നികുതി വ്യവസ്ഥയിലെ പുതിയ മാറ്റങ്ങളിൽ വനിതാ കർഷകർക്കായി ചില അധിക പ്രഖ്യാപനങ്ങളും ആദായ നികുതി പരിധി 7 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ളവരെയും ഇതിൽ ഉൾപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രത്യക്ഷ നികുതികൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾക്കൊപ്പം പുതിയ നടപടികളും സർക്കാരിന്റെ ധനഖമ്മിയെ ബാധിക്കില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്രഖ്യാപനങ്ങളൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിക്കാനിരിക്കെ ഇക്കാര്യത്തിൽ അന്തിമ വിധി അറിയാൻ ഫെബ്രുവരി 1 വരെ കാത്തിരിക്കണം. അന്നാണ് തന്റെ തുടർച്ചയായ 6ാമത്തെ ബജറ്റുമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ എത്തുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടുത്ത മാസം ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കാൻ ഇരിക്കവേ ഫെബ്രുവരി 1 ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ലെന്ന് കേന്ദ്രം ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ബജറ്റ് വോട്ട് ഓൺ അക്കൗണ്ടിനായി മാത്രമേ അവതരിപ്പിക്കൂ എന്നതാണ്. എങ്കിലും വിവിധ മേഖലകളിൽ ചില ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പലരും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതും പരസ്യമായ രഹസ്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കുകയും പുതിയ സർക്കാരിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ ചുമതലയേൽക്കുകയും ചെയ്ത ശേഷം 2024 സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് ജൂലൈ മാസത്തോടെയാവും പുതിയ ധനമന്ത്രി അവതരിപ്പിക്കുക. ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ വലിയ നികുതി പ്രഖ്യാപനങ്ങളോ നയത്തിലെ മാറ്റങ്ങളോ അവതരിപ്പിക്കില്ലെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നു. ഈ ബജറ്റ് പുതിയ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഒരു ഇടക്കാല പരിധിയിൽ മാത്രമാണ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതീക്ഷ വെക്കേണ്ടെന്ന് സാരം. 2ാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റാണിത്. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി 31 രാഷ്ട്രപതി ഇരുസഭകളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കും. വിലക്കയറ്റം നേരിടാനും നിലവിലുള്ള പണപ്പെരുപ്പ പ്രവണതകൾ പരിഹരിക്കാനും സാധ്യതയുള്ള നികുതി ഇളവുകൾ പോലുള്ള ധനപരമായ നടപടികൾ നടപ്പിലാക്കുന്നത് നിർമ്മല സീതാരാമൻ ബജറ്റിൽ പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സ്ത്രീകൾ, ദരിദ്രർ, യുവജനങ്ങൾ, കർഷകർ, ആദിവാസികൾ എന്നിവർക്കുള്ള ക്ഷേമ പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും ഈ ബജറ്റ്. സമൂഹത്തിലെ ഈ വിഭാഗങ്ങൾക്കായി നിലവിലുള്ള പദ്ധതികൾക്കുള്ള വിഹിതം മെച്ചപ്പെടുത്താനും സാധ്യതയുണ്ട്. പുതിയ സ്കീമുകളും പ്രഖ്യാപിച്ചേക്കാം.